എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറയുന്നത് എങ്ങനെയാണ് അമേരിക്കൻ സൈന്യം, അതായത് സ്പെഷ്യൽ ഫോഴ്സിലുള്ള പാരാട്രൂപ്പേഴ്സ് ഏത് രീതിയിലാണ് ഇറാൻ്റെ മണ്ണിലിറങ്ങി ഏകദേശം 400ഓളം കിലോമീറ്റർ ദൂരെ, അതായത് ശത്രു രാജ്യത്തിൻ്റെ അവിടെ ഇറങ്ങി അവരുടെ 2ഓളം പൈലറ്റുമാരെ രക്ഷപ്പെടുത്തുന്നത്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ഇൻസിഡൻറ്റ് കഴിഞ്ഞ് കഴിയുമ്പം, അതായത് F-15E ഈഗിൾ കാറ്റഗറിയിൽപ്പെട്ട F-15 വിമാനത്തിൽപ്പെട്ട 2 പേരാണ് അതിൻ്റെ അകത്ത് ഫ്ലൈ ചെയ്യുന്നത്. ഒന്ന് അത് നാവിഗേറ്റ് ചെയ്യുന്നതാണ് അമേരിക്കൻ സേനയിൽ പറയുന്നത് എയർമാൻ എന്നാണ്. അതേപോലെ തന്നെ വെപ്പൺ ഓഫീസറുണ്ട്, കാരണം പുറകിൽ ഇരിക്കുന്ന ഓഫീസർ അദ്ദേഹമാണ് വെപ്പൺ മുഴുവനും ഹാൻഡിൽ ചെയ്യുന്നത്. 2 പേരാണ് അതിൻ്റെ അകത്ത് ഫ്ലൈ ചെയ്യുന്ന കോമ്പാക്റ്റ് എയർക്രാഫ്റ്റാണ്. ലോകത്തിൽ അറിയപ്പെടുന്ന നല്ല ഹൈ എൻഡ് ടെക്നോളജിയിലുള്ള 4.5 ജനറേഷനിലുള്ള എയർക്രാഫ്റ്റാണ് ഈ പറയുന്ന F-15 എന്ന് പറയുന്നത്. അതിൻ്റെ മോഡറേറ്റ് വേർഷനാണ് F-16 എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലാക്കുക, ഇത് ഏകദേശം 300-400 കിലോമീറ്റർ അകത്ത് ഇറാൻ്റെ സൗത്ത് വെസ്റ്റേൺ ഭാഗത്ത് വെച്ചാണ് ഇറാൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റത്തിൽ ഹിറ്റ് ചെയ്ത് ഇത് ക്രാഷ് ആവുന്നത്. അപ്പോൾ ആദ്യത്തെ ഇത്ര മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് റിപ്പോർട്ടും ഗ്ലോബലായിട്ടുള്ള മീഡിയയിലൊക്കെ പറയാൻ തുടങ്ങി, അതിൻ്റെ എയർമാനെ രക്ഷപ്പെടുത്തി, അതായത് അത് നാവിഗേറ്റ് ചെയ്ത ഓഫീസർ, അതായത് അതിൻ്റെ പൈലറ്റിനെ രക്ഷപ്പെടുത്തി. പക്ഷെ മറ്റൊരാളുണ്ട്, വെപ്പൺ ഓഫീസർ, അദ്ദേഹത്തെ പറ്റി തിരയുന്നു. ഇതാണ്. അപ്പോൾ ഇന്ത്യയിലെ ചാനലും ഗ്ലോബൽ ചാനലിലൊക്കെ ട്രംപിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളുണ്ടായി. ഇന്ത്യയിലെ ചാനലുകളിൽ, അതായത് റിട്ടയർ ആയിട്ടുള്ള പട്ടാള ഓഫീസേഴ്സ്, അവർ പറഞ്ഞു ഇറാനിൽ ഈ വാറ് അമേരിക്ക തോൽക്കാൻ പോകുന്നു, അമേരിക്കയ്ക്ക് ഈ പറയുന്ന ആളിനെ കിട്ടാൻ പറ്റില്ല. അത് ഇന്ത്യൻ ചാനലിലും അല്ല, ഇന്ത്യൻ ചാനലിലും അല്ല, ഈ പറയുന്ന ഗ്ലോബൽ ചാനലിലും പറഞ്ഞു ഈ പറയുന്ന അമേരിക്കയുടെ എയർഫോഴ്സ് ഓഫീസറെ കിട്ടാൻ പോകുന്നില്ല. ഇത് വെച്ച് ഇറാൻ അമേരിക്കയോട് ബാർഗെയിൻ ചെയ്യും, കാരണം അമേരിക്കയിൽ ഇത് വലിയ ഇഷ്യൂ ആണ്. അപ്പം അതുകൊണ്ട് ഞാനിത് കണ്ടു, പല ടോക്സും ഡിബേറ്റുകളും ഒക്കെ വെച്ചങ്ങനത്തുമാണ് ഈ സംഭവം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ ഈ അമേരിക്കൻ സേനയെപ്പറ്റി, ഇന്ത്യൻ സേനയെപ്പറ്റി, ഈ പറയുന്ന ചൈനീസ് സേനയെപ്പറ്റിയൊക്കെ പഠിച്ച ഒരാളാണ്. വലിയ ഉദ്ദേശിക്കുന്ന ഭയങ്കര എക്സ്പേർട്ട് ഒന്നും കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. അപ്പം ഈ പറയുന്ന അമേരിക്കൻ സേനയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ വെൽ അഡ്വാൻസ്ഡാണ്. അതായത് അവരൊരു ശത്രു രാജ്യത്ത് ഹിറ്റ് ചെയ്യാൻ പോകുമ്പോൾ അവർക്കത് സ്റ്റഡി ആയിട്ടൊരു 100-200 കമാൻഡോസിനെ നിർത്തിയിട്ടുണ്ട്. അവരുടെ ഒരു ഫ്ലൈറ്റോ എയർ ക്രാഷ് ചെയ്യുകയോ ആണെങ്കിൽ അവരെ പോയി എങ്ങനെ പോക്കിക്കൊണ്ടുവരണം. നിങ്ങളിത് പറഞ്ഞ് ഭയങ്കര റിസ്കി ഓപ്പറേഷനാണിത്. റിസ്ക് എന്ന് വെച്ചാൽ ഭയങ്കര റിസ്കി ഓപ്പറേഷനാണ്. മനസ്സിലാക്കുക, ഇറാൻ അവിടെ ബോംബിട്ടുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയും ഇസ്രായേലും. അപ്പോൾ അവിടെ അമേരിക്കയുടെ എയർക്രാഫ്റ്റിൻ്റെ ഒരു പൈലറ്റും ആൾക്കാരവിടെ മിസ്സിങ് ആയി, അവരവിടെ കാണാതെ പോകുന്നു. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ് ഇവരുടെ റേഡിയോ സിസ്റ്റം കൊണ്ട് ഇവരെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇഞ്ചുവേർഡൊക്കെ ആയിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതാണ് രണ്ടാമത്തെ, അതായത് ഈ വെപ്പൺ ഓഫീസർ ഇഞ്ചുവേർഡായിപ്പോയി. അതാണ് ഇതിൻ്റെ അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിലും സെൻട്രൽ കമാൻഡിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലും പറയുന്നത് അദ്ദേഹം ഇഞ്ചുവേർഡായിപ്പോയി. അതുകൊണ്ടാണ് ഈ റേഡിയോ മെസ്സേജ് അയക്കാൻ പറ്റാതിരുന്നത്. പക്ഷേ മനസ്സിലാക്കുക, ഈ CIA എന്ന് പറയുന്ന അമേരിക്കൻ ഇൻ്റലിജൻസ് ഭയങ്കര ഓപ്പറേഷൻസ് ഉള്ള രാജ്യമാണ് ഇറാനിൽ. അവരതിലെ ഐഡൻറ്റിഫൈ ചെയ്ത് ഇന്നിടത്തുണ്ട്. അല്ലെങ്കിൽ അവിടെ നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഇറാൻ്റെ ഏതെങ്കിലും ഒരു ശത്രു രാജ്യത്തിൻ്റെ, ഇപ്പം അവരുടെ എയർഫീൽഡുണ്ട്, കാരണം അവരുടെ സ്കൈ ലെവലുണ്ട്, അതിനകത്ത് നിങ്ങൾ കണ്ടു കാണും. ഞാൻ ഒരു വീഡിയോയിൽ, കാരണം ഇറാൻകാർ തന്നെയാണ് ഈ വീഡിയോ അവരെ മൊബൈലിലെടുത്ത് ഫ്ലാഷ് ചെയ്യുന്നത്, ഇറാൻ്റെ TV ചാനലൊക്കെ വന്നതാണ്. ബ്ലാക്ക് ഹോക്ക്, അതായത് അമേരിക്കയുടെ റഡാർ സിസ്റ്റം ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഹെലികോപ്റ്ററാണ്. വളരെ ലോ ആയിട്ടാണ് പറക്കുന്നത്, വളരെ ലോ ആയിട്ട്, കാരണം സെർച്ചിങ്. അതേപോലെ തന്നെ ഹെർക്കുലീസ് 130, ഈ ബ്ലാക്ക് ഹോക്ക് എന്ന് പറയുന്ന ഈ സാധനം ഹെലികോപ്റ്റർ ഇന്ത്യ ഓർഡർ ചെയ്തിട്ടുണ്ട് അമേരിക്കയുടെ നിന്നും.
അതേപോലെ ഹെർക്കുലീസ് 130 എന്ന് പറയുന്നത് ഇന്ത്യ യൂസ് ചെയ്യുന്ന അമേരിക്കൻ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റാണ് ഈ സംഭവങ്ങളൊക്കെ. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടുത്തെ ചില ജനറൽമാർ പറയുന്നു ഇതൊക്കെ വളരെ പിന്നെ എന്തിനാ ഇവർ മേടിക്കുന്നത്, ഇവർ റഷ്യൻ സാധനം മാറ്റിയിട്ടാണ് ഇതൊക്കെ മേടിച്ചിരിക്കുന്നത്. അതായത് ഇവിടുത്തെ ജനറൽമാരുടെ ഒരു ധാരണയുണ്ട് അമേരിക്ക ഇന്ത്യയുമായിട്ട് എതിർപ്പാണ്, അതുകൊണ്ട് ഇന്ത്യ അമേരിക്കൻ സാധനങ്ങൾ വാങ്ങുക ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് ഇപ്പോഴങ്ങ് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. കാരണം ഈ ഡിഫൻസ് ഡീലും ട്രേഡും ഇന്ത്യൻ പ്രധാനമന്ത്രിയും ട്രംപുമായിട്ടുള്ള ഉടക്കിൻ്റെ പേരിൽ, അതായത് ഫേക്ക് ന്യൂസും ഫേക്ക് അഭിപ്രായങ്ങളും വളരെയധികം ഇന്ത്യൻ മീഡിയയിൽ അടിക്കാൻ തുടങ്ങി. അതിൻ്റെ പേരിൽ ഇതേപോലെ അജണ്ടകളും ചില കിഴങ്ങേശ്വരന്മാർക്ക് 71 വാറിന് ശേഷം വാർ എന്തോന്ന് അറിയാത്തവന്മാരൊക്കെയാണ് വെച്ചാലെത്തുന്നത്. അന്നത്തെ വാറല്ല ഇന്നത്തെ വാർ. ഇന്നത്തെ വാറിന് ഹൈ എൻഡ് വാറാണ്. ഇന്ന് സർവീസ് ചെയ്യുന്ന പല സീനിയറായിട്ടുള്ള സർവീസ് ചെയ്യുന്ന ഓഫീസേഴ്സിനറിയാം പഴയ വാറല്ല ഇന്നത്തെ വാർ. ഓരോ ദിവസം കഴിയുമ്പോൾ വാറിൻ്റെ മോഡസ് ഓപ്പറൻഡി, അതിൻ്റെ ഇലക്ട്രോണിക് ഹൈ എൻഡ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് തിരിയുക, കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് മാറുകയും. എന്നിട്ട് എന്താണ് ഉണ്ടായത്? അതായത് ഈ രണ്ടാമത്തെ ഓഫീസറെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഐഡൻറ്റിഫൈ ചെയ്ത ശേഷം നിങ്ങൾ മനസ്സിലാക്കുക, അമേരിക്കയുടെ ഹെർക്കുലീസ് 130 എന്ന് പറയുന്ന എയർക്രാഫ്റ്റ് അവിടെ മേക്ക് ഷിഫ്റ്റ് അവിടെ ലാൻഡ് ചെയ്യുക. അതായത് ഈ ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററെ പോയിട്ട് അവിടെ കമാൻഡോസ് ഇറങ്ങിയിട്ട് താൽക്കാലികമായിട്ട് ഈ എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള സംഭവങ്ങൾ ഒരുക്കുക. ഇത് ആലോചിച്ച് നോക്കണം. ഇതൊക്കെ എങ്ങനെ സിനിമയിൽ പോലും ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്താണ് ഈ സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ശത്രു രാജ്യം, ഞാൻ വിയറ്റ്നാമിൻ്റെ കാര്യമല്ല പറയുന്നത്, വിയറ്റ്നാമിൽ അമേരിക്ക ചെയ്തിട്ടുണ്ട്, പക്ഷേ വിയറ്റ്നാമിൽ അമേരിക്കൻ പ്രസൻസ് ഉണ്ട്. നേരത്തെയുള്ള ഗൾഫ് ഇറാഖുമായിട്ട് അറ്റാക്ക് ചെയ്ത സമയത്ത് അവിടെ ഇറാഖിൽ അമേരിക്കൻ പ്രസൻസ് ഉണ്ട്. ഇവിടെ ഇറാനിൽ അമേരിക്കൻ പ്രസൻസേ ഇല്ല. അതായത് ഇറാൻ്റെ ബോർഡറിൽ നിന്ന് ഏകദേശം 300-400 കിലോമീറ്റർ ദൂരെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അവിടെ അമേരിക്കൻ പ്രസൻസ് ഇല്ലാത്ത ഭാഗത്താണ് ഇവർ ഇറങ്ങിയിരിക്കുന്നത്. എന്നിട്ട് ഈ 2ഓളം എയർക്രാഫ്റ്റ്, കാരണം ഇത് മണലിൽ അങ്ങ് പൊതിഞ്ഞുപോയി, പെട്ടെന്നുണ്ടാക്കിയ ഈ സ്ട്രിപ്പാണ് പെട്ടെന്ന് ലാൻഡ് ചെയ്യാൻ വേണ്ടി. കാരണം എത്രയും കമാൻഡോകൾ വന്നിറങ്ങി, എന്നിട്ട് അവർ ആ വില്ലേജ് വളഞ്ഞു. ഇതൊക്കെ ഇതിനെപ്പറ്റി ആൾക്കാർ പറയുന്നുണ്ട്. അതിൻ്റെ അകത്ത് മറ്റൊരു സംഭവത്തിൽ പറയുന്നു, അവിടെയുള്ള ഇറാനിലുള്ള ആളുകൾ ഈ പറയുന്ന പൈലറ്റിനെ സുരക്ഷിതമായിട്ട് IRGCയിൽ നിന്നും മാറ്റി എന്ന് പറയുന്ന മറ്റൊരു കൂട്ടരുണ്ട്. ഇതിനെ പറ്റിയുള്ള റിപ്പോർട്ടുകളൊക്കെ ലേറ്റസ്റ്റ് സ്റ്റേജിലേ വരാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ അമേരിക്കൻ മീഡിയ പറയുന്നുണ്ട് ഇത് അറിഞ്ഞുകൊണ്ട്, ഈ ശബ്ദങ്ങളൊക്കെ കേട്ടുകൊണ്ട്, ഈ എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന ശബ്ദമൊക്കെ കേട്ടുകൊണ്ട് ഈ IRGC ഹൈഫോർട്ട് 12-13 കിലോമീറ്റർ ദൂരെ മാറി അവർക്ക് വലിയ കൻറ്റോൺമെൻ്റ് ഉണ്ട്. അവർ വരാൻ നേരത്ത് അമേരിക്കൻ എയർക്രാഫ്റ്റുകൾ അതിനെ ഫയർ ചെയ്യാൻ തുടങ്ങി, അട്ടിക്കാൻ തുടങ്ങി. തിരിച്ചു അവരും ഫയർ ചെയ്തു. മനസ്സിലാക്കുക, അതിൻ്റെ അകത്ത് ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ട്. ഇതാണ് വാർ എന്ന് പറയുന്നത്. ഇതാണ് മിലിറ്ററി ഓപ്പറേഷനിൽ ഏറ്റവും റിസ്ക് പിടിച്ച സംഭവമാണ്. ഒരു ശത്രു രാജ്യത്തിൻ്റെ അകത്ത് പോയിട്ട് അവരുടെ ഏറ്റവും എനിമിയായിട്ടിരിക്കുന്ന അവരുടെ അകത്ത് പോയിട്ട് അവരുടെ ആൾക്കാരെ എന്ത് വില കൊടുത്തു, ഇപ്പോൾ 100-150 പേര് മരിച്ചാൽ പോലും അയാളെ കൊണ്ടുവരിക, അല്ലെങ്കിൽ അയാൾ ഡെഡ് ബോഡി കൊണ്ടുവരിക. അത് കൊണ്ടുവന്നില്ലെങ്കിൽ അമേരിക്ക വലിയ പ്രശ്നമുണ്ടാകും. അതുകൊണ്ടാണ് 48 അവേഴ്സ് എന്ന് പറയുന്ന അമേരിക്കൻ സേന ഇത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തു. ഇതെങ്ങനെയാണ് സെറ്റിൽ ചെയ്യുന്നത്, അങ്ങനെയാണ് അവർ അതിഭയങ്കരമായ റിസ്ക് എടുത്തത്. അതായത് പോയവർക്കും വന്നവർക്കും വലിയ ഇഞ്ചുറി ഇല്ല. ഈ പറയുന്ന 2ഓളം J130 എന്ന് പറയുന്ന എയർക്രാഫ്റ്റ് അവിടെ മണലില്ലാത്ത ഇത് പൊതഞ്ഞു പോയി തിരിച്ച് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത്, അതേപോലെ തന്നെ അവരുടെ ബ്ലാക്ക് ഹോക്ക് എന്ന് പറഞ്ഞ ഹെലികോപ്റ്റർ അവിടെ വെച്ച് കേടുണ്ടായി. അതിനെയൊക്കെ അവർ അവിടെ വെച്ച് ഏതെങ്കിലും പൊട്ടിച്ച് കളയും. എങ്ങനെയാണ് അബോട്ടാബാദിൽ ഒസാമ ബിൻ ലാഡനെ പിടിക്കാൻ പോയ സമയത്ത്, കാരണം ശബ്ദമില്ലാത്ത ഹെലികോപ്റ്റർ എന്നാണ് പറയുന്നത് അതിനെപ്പറ്റി, ഇത് ബ്ലാക്ക് ഹോക്കിൻ്റെ കാര്യമില്ല, അബോട്ടാബാദ് ഉപയോഗിച്ച്. അപ്പോൾ അത് അവിടെ കേടായി കഴിഞ്ഞപ്പോൾ ഹെലികോപ്റ്റർ അവിടെ വെച്ച് ബൂവം അതിനെ തകർത്ത് കളഞ്ഞു. ഇതേപോലെ ഇവിടെ 2 J130 ഈ പറയുന്ന എയർക്രാഫ്റ്റുകൾ അടിച്ചു കളഞ്ഞു. അവരുടെ ബ്ലാക്ക് ഹോക്കും അവർ തന്നെ പൊട്ടിച്ച് ദൂരെ കളഞ്ഞു. ഇതാണ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ആലോചിച്ച് നോക്കുക. ഇന്ത്യയുടെ ബാലാക്കോട്ട് സംഭവം നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. വിംഗ് കമാൻഡർ അഭിനന്ദൻ, തമിഴിലാണ്, നല്ലൊരു പൈലറ്റാണ്. അദ്ദേഹം MiG-21 ഫ്ലൈ ചെയ്യുന്നു. പാകിസ്ഥാൻ്റെ F-16 ഇന്ത്യൻ ബോർഡറിൽ വരുന്ന ഇന്ത്യൻ കൻറ്റോൺമെൻറ്റിൻ്റെ ആൾക്കാരില്ലാത്ത ഭാഗത്ത് അവർ ഇന്ത്യ ഒന്ന് വിരട്ടാൻ വേണ്ടി അവിടെ ഒരു ബോംബ് സിംബോളിക്കായിട്ട് അവിടെ ഡ്രോപ്പ് ചെയ്യുന്നു, നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന ഇതായിട്ട്. തിരിച്ച് പെട്ടെന്ന് ഇദ്ദേഹം ഫ്ലൈ ചെയ്ത് പാകിസ്ഥാൻ ടെറിട്ടറിക്കകത്ത്
കയറി അദ്ദേഹത്തിൻ്റെ അതിന് ഹിറ്റ് കിട്ടുന്നു. അഭിനന്ദൻ പാകിസ്ഥാൻ ടെറിട്ടറിക്കകത്ത് വീഴുന്നു. മനസ്സിലാക്കുക. എന്നിട്ട് വലിയ ഇഷ്യൂ ആയി ഇന്ത്യയിൽ. എന്നിട്ട് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയാണ് പാർലമെൻറ്റിൽ പറഞ്ഞിട്ട് അമേരിക്കൻ ഇടപെട്ടു ഈ പറയുന്ന അഭിനന്ദനെ തിരിച്ചു കൊടുക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന അവസ്ഥയെ. അപ്പോൾ ആ ഒരു സന്ദർഭമാണ് ആലോചിച്ച് നോക്കേണ്ടത്. ഇതേപോലെ ഇന്ത്യക്ക് പെരുമാറാൻ ഇന്ത്യക്കാകും. പെട്ടെന്നല്ല ഇത് കാരണം പെട്ടെന്നുണ്ടാകുന്നത്. ഇത് ഹൈ എൻഡ് ടെക്നോളജിയും അതേപോലെ കമാൻഡോ ഫോഴ്സ്. ഇന്ത്യക്കുണ്ട് പാരാട്രൂപ്പേഴ്സ് ഉണ്ട്, ഏറ്റവും മിടുക്കന്മാരായിട്ട് ആൾക്കാരുണ്ട്. പക്ഷെ നമുക്ക് ഈ പറയുന്ന ഹൈ എൻഡ് ടെക്നോളജി നമ്മുടെ കയ്യിലില്ല. അതുകൊണ്ടാണ് ഇവർ ആൾക്കാരെ ചെയ്യുന്നു. പെട്ടെന്ന് 1 മണിക്കൂർ 2 മണിക്കൂർ കൊണ്ട് പെട്ടെന്ന് ഒരു എയർഫീൽഡ്, അതായത് ഈ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന ഇത്രയും കമാൻഡ് 10-100 കമാൻഡോസ് പെട്ടെന്ന് ഇവിടെ ലാൻഡ് ചെയ്തങ്ങ് ഇറങ്ങുകയാണ്. എന്നിട്ട് ഇതങ്ങ് വളയുകയാണ്. വളഞ്ഞിട്ട് ഈ പറയുന്ന ഇഞ്ചേർഡ് ആയിട്ടുള്ള ആളെ കൊണ്ട് തിരിച്ച് അവർ ഫ്ലൈ ചെയ്ത് ഇറാൻ്റെ ബോർഡർ കാണുന്നു. ആലോചിക്കുക, ഇറാന് വേണ്ടി പറഞ്ഞവരാലോചിക്കുക. സ്വന്തം ഇറാൻ ശത്രു രാജ്യമാണ്, അവരിങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഇറാൻ എത്ര രൂപയാണ് പ്രഖ്യാപിച്ചത്? ഏകദേശം ഇന്ത്യൻ കറൻസി അനുസരിച്ച് 10 കോടി രൂപയാണ് ഇനാം. അതായത് അയാളെ പറ്റി എന്തെങ്കിലും വിവരം കൊടുക്കുന്നവർക്കും പിടിച്ചു കൊടുക്കുന്നവർക്കും ഇറാൻ അവരുടെ ടെലിവിഷൻ ചാനലിൽ കൂടെ പ്രഖ്യാപിച്ചത് 10 കോടി രൂപ ഇന്ത്യൻ കറൻസി. അവിടുത്തെ കറൻസി ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അത്രയൊക്കെ എമൗണ്ട് വരും. എന്നിട്ട് പോലും അവർക്ക് ഇയാളെ ഐഡൻറ്റിഫൈ ചെയ്യാനോ IRGCക്കും ഇറാനിയൻ റെജീം ഒരു പുല്ലും നടന്നില്ല. അപ്പോൾ അതാണ് നമ്മൾ ഈ പറയേണ്ട ചില കാര്യങ്ങളും. മിലിറ്ററി മൈറ്റി ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ് മൈറ്റി ഫോഴ്സ് എന്ന് പറയുന്നത്. അതായത് ഒരാളെ വെറുതെ വിട്ടിട്ടിങ്ങ് പോരുമല്ല. അയാൾ ജീവനോടെയോ ജീവനില്ലാതെ അയാളെ എടുത്തുകൊണ്ട് വരും. അതിന് 100 പേര് അവരുടെ കമാൻഡോസ് അതിൻ്റെ റിസ്ക് എടുത്തിട്ട് പോകുന്നു, ചെയ്യുന്നു, എടുത്തുകൊണ്ട് വരുന്നു. ലോകം തന്നെ ഞെട്ടിയിരിക്കുകയാണ്. കാരണം ഇതേപോലെ ഒരു രാജ്യത്ത്, അമേരിക്കൻ പ്രസൻസ് ഇല്ലാത്ത ഒരു രാജ്യത്ത് പോയിട്ട് ഇതേപോലെ ശത്രുതയിൽ നിൽക്കുമ്പോൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഓപ്പറേഷനാണിത്. അതാണ് അതിൻ്റെ പ്രാധാന്യം. അതുകൊണ്ടാണ് അമേരിക്കൻ മീഡിയയും ഗ്ലോബൽ മീഡിയയും ഇത് ഭയങ്കര ഫ്ലാഷായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് ഭയങ്കര നേട്ടം തന്നെയാണ് അമേരിക്കൻ സേനയുടെ. കാരണം ഒരു രാജ്യവും ഇത്രമാത്രം ധൈര്യത്തോട് അതവർ ചെയ്യത്തില്ല. പക്ഷെ അതാണ് ഞാൻ പറയുന്നത്, അമേരിക്കൻ ഈ മൈറ്റി ഫോഴ്സിൻ്റെ ട്രെയിനിങ് എന്ന് പറയുന്നത് ടഫാണ്. അവരുടെ കമാൻഡോ ട്രെയിനിങ് ഒക്കെ നിങ്ങൾ കണ്ടതാണ്. അബോട്ടാബാദിൽ എങ്ങനെയാണ് ഒസാമ ബിൻ ലാഡനെ പിടിച്ചോണ്ട് പോകുന്നത്, എങ്ങനെയാണ് വെനൂസിലയിൽ നിക്കോളാസ് മഡ്രോവിനെ പിടിച്ചോണ്ട് പോകുന്നത്. ഇതിനകത്ത് ഒരു കാര്യം ഇറാന് പ്രൂവ് ചെയ്തു. നാളെ ഇവർ കർഗ് ഐലൻഡ് കയറി പിടിക്കും. കാരണം ഇത്രയേ ഉള്ളൂ ഇറാൻ്റെ ഈ പ്രതിരോധം എന്ന് പറയുന്നത് തെളിഞ്ഞു. കാരണം അവരുടെ മണ്ണിനകത്ത് 100 പേര് പോയിട്ട് ഒരാളെ പൊക്കിക്കൊണ്ട് വരികയാണ്. കാരണം അതിൻ്റെ അകത്തൊരു ഇഞ്ചർ, അവർക്ക് 2 എയർക്രാഫ്റ്റ് പോയി 3 എയർക്രാഫ്റ്റ് പോയി മാത്രമേ അവർക്ക് പ്രശ്നമുള്ളൂ. അവർ പൊക്കിക്കൊണ്ടേക്ക് പോകുന്നു. അത് അവർ നാളെ ചിലപ്പോൾ ടെഹ്റാനിലും കയറി ചെയ്തു കളയും. അപ്പോൾ കർഗ് ഐലൻഡ് പിടിക്കുന്ന കാര്യത്തിൽ ഏകദേശം ധാരണയായി ഇതായിരിക്കും ഓപ്പറേഷൻ. എന്നിട്ട് മനസ്സിലാക്കുക, അവിടെ നിന്ന് കടലിൽ നിന്നും വരുന്ന സംഭവം, സപ്പോർട്ടിങ് സംഭവം ഒന്നും ഉണ്ടായിട്ടില്ല ഇവിടെ. ഇത് കംപ്ലീറ്റ് ആയിട്ട് ടെറൈനായിട്ട് കിടക്കുന്ന ഡെസേർട്ടാണ്. അപ്പോൾ അവിടെയാണ് ഈ 100 പേര് പോയിട്ട് ഈ സംഭവം ചെയ്തിരിക്കുന്നത്. പിന്നെ ഹൈ എൻഡ് ടെക്നോളജിയുടെ സാങ്കേതിക സഹായമുണ്ട്. പിന്നീട് IRGC അടുക്കാൻ സമ്മതിച്ചില്ല. കാരണം അവർ അനങ്ങുമ്പോൾ ഫയർ ചെയ്യാൻ തുടങ്ങി. കാരണം ആ സമയത്തൊക്കെ അമേരിക്കയുടെ ഇസ്രായേലിൻ്റെയും എയർക്രാഫ്റ്റുകൾ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കും ഒരു ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത്. ഇത്ര മണിക്കൂറാണ് ഈ ഓപ്പറേഷൻ ടൈം കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അവരുടെ ഫ്ലൈറ്റ് പോലും എയർക്രാഫ്റ്റ് പോലും കേടായിട്ട് അവർ വേറെ കൊണ്ടുവന്ന് ഈ സാധനം ഈ പുള്ളി എടുത്തുകൊണ്ടെങ്കിൽ പോയി. ഇതാണ് ഞാൻ പറയുന്നത് ഈ മിലിറ്ററി ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ത്രില്ലടിക്കുന്നത്. കാരണം എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്ക് ഈ കർഗ് ഐലൻഡ് പിടിക്കാൻ വലിയ പാടൊന്നുമില്ല. അമേരിക്കൻ പ്രസിഡന്റ് കൊടുത്തിട്ടുണ്ട് 48 hours 24 hours കഴിഞ്ഞ് ഇനി അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ഇറാന് ഉത്തരം കൊടുക്കണം, ഡീലിൽ വരണം. അല്ലെങ്കിൽ ഈ പറയുന്ന കർഗ് ഐലൻഡും ഈ ഇറാൻ്റെ പെട്രോ കെമിക്കൽസ് ഓൾറെഡി അതിന് അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അവരുടെ ഫാർമസ്യൂട്ടിക്കൽ ഫാക്ടറി, അവരുടെ സ്റ്റീൽ പ്ലാന്റുകൾ അവർ അടി കിട്ടിയിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ കൃത്യമായിട്ട് പറയാം. നിങ്ങൾ കഴിഞ്ഞ ഇത്ര സമയത്തെ സംഭവങ്ങൾ എടുക്കുക. ഏകദേശം ഇറാൻ കഴിഞ്ഞ 4-5 ദിവസമായിട്ട് മിഡിൽ ഈസ്റ്റിലോട്ടും ഇസ്രായേലിലോട്ടും അവർ ഫയർ ചെയ്യുന്ന മിസൈലിലും ഡ്രോണിലും ഡ്രാസ്റ്റിക്കായിട്ടൊക്കെ കുറഞ്ഞു. കാരണം വെപ്പൺസിൻ്റെ ഇതിൻ്റെ ഷോർട്ടേജ് ഉണ്ടായിട്ടുണ്ട് ശരിക്കും.
ചിലയിടത്തൊന്നും ഒരു ആക്സസബിലിറ്റി ഇല്ലാതായി. കാരണം അതിൻ്റെ എൻട്രിയിലും ഈ പറഞ്ഞിടത്തൊക്കെ കയറി ബോംബ് ചെയ്തിട്ടുണ്ട്. കാരണം അതെല്ലാം മൂടി പൊതഞ്ഞങ്ങ് പോയി. അതായത് വാർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പീക്കിലോട്ട് പോകും. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ഒരു കാര്യം കൃത്യമാണ്, ഇതിനകത്ത് എഡ്ജ് ഉണ്ടാക്കിയിരിക്കുന്ന അമേരിക്കൻ ഫോഴ്സാണ്. കൃത്യമായ എഡ്ജ് ഉണ്ടാക്കി അവരുടെ ഒരു ഭടൻ, ഒരു പട്ടാളക്കാരൻ ഇറാനിലല്ല ഏത് ടെറിട്ടറി വീണാലും അയാളെ എടുത്തുകൊണ്ട് വരും. അത് അവർ കാണിച്ചു കൊടുത്തു ലോകത്തിൽ അവരുടെ കമാൻഡ് ഓപ്പറേഷൻ എങ്ങനെയാണ്. ഇതിനെപ്പറ്റിയൊക്കെ ഇനി സിനിമ ഉണ്ടാക്കാൻ പോവുകയാണ്. എങ്ങനെയാണ് അവർ ചെയ്തത്, എങ്ങനെയാണ് സംഭവം ഉണ്ടായത്, ഇതൊക്കെ ത്രില്ലടിക്കുന്ന സംഭവമാണ് ഗ്ലോബലി. അപ്പം അങ്ങനെ ഒരു സംഭവമാണ് അമേരിക്കൻ ഫോഴ്സ് വളരെ കൃത്യമായിട്ട് ഇറാനിൽ പ്രൂവ് ചെയ്ത് കൊടുത്തത്. അവർക്ക് ഈ നാളെ നിക്കാറോ മഡ്രോ അടിച്ച പോലെ നാളെ ഈ ടെഹ്റാനിൽ കയറാൻ പറ്റത്തില്ലെന്ന് എങ്ങനെ പറയാൻ സാധിക്കും? മനസ്സിലാക്കുക. കാരണം ഒരു ബാരൽ ലാൻഡിൽ അവർ IRGCയുടെ കൻറ്റോൺമെൻറ്റ് ഭാഗത്താണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതേപോലെ സംഭവം കർഗൈലൻഡ് പിടിച്ചിട്ട് ഒരു സുപ്രഭാതത്തിൽ ടെഹ്റാൻ പിടിച്ചു കഴിഞ്ഞാൽ അപ്പം എന്ത് ചെയ്യാൻ പറ്റും? ഇത്രയേ ഉള്ളൂ ഇറാൻ എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക. അത് ഏറ്റവും വലിയ ക്ലാസിക് ഉദാഹരണമാണ്. 48 മണിക്കൂറിനുള്ളിൽ അവർ 2ഓളം എയർമാനെയും വെപ്പൺ ഓഫീസറെയും ഏത് രീതിയിലാണ് അമേരിക്ക രക്ഷപ്പെടുത്തിയെന്ന് ലോകം പുടിന് ഞെട്ടിയിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇത് വായിക്കുമ്പോൾ തന്നെ ഞാൻ ആദ്യം വിശ്വസിച്ചില്ല ഈ സംഭവം നടന്നോ ഇല്ലയോ എന്ന്. കാരണം 2 ദിവസം ഇത് ഇന്നലെ ഒരു ദിവസം മുമ്പ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ചിലയിടത്തൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് റിപ്പോർട്ടുകൾ. പക്ഷേ ഇത് വിശ്വസിക്കാൻ സാധിച്ചില്ല. പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ്, സെൻട്രൽ കമാൻഡും ഇത് കൺഫേം ചെയ്ത് അവരാണ് ഇത് എടുത്തത്. ഏത് രീതിയിലാണ് ഇത് ടാക്കിൾ ചെയ്തത്, ഏത് രീതിയിലാണ് ഇറാനിയൻ IRGCയെ ടാക്കിൾ ചെയ്തത്, എങ്ങനെയാണ് അവർ ഓഫീസേഴ്സിനെ തിരിച്ച് ഇറാനിയൻ ബോർഡർ കടന്ന് കുവൈറ്റിലോട്ട് കൊണ്ടുവന്നത്, ഗ്ലോബൽ മിലിറ്ററി ഓപ്പറേഷനിൽ ഏറ്റവും ക്ലാസിക് ആയിട്ടുള്ള സംഭവമാണ്. ഇനി വരാനുള്ള ദിവസങ്ങളിലൊക്കെ ഇതിനെപ്പറ്റി വലിയ പഠനം നടക്കും. അതാണ് അമേരിക്കൻ ഫോഴ്സ് കാണിച്ചു കൊടുത്തത് ഇറാനിൽ.